ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഏപ്രിൽ 21. ഭാഷ മതമല്ല, മതത്തിൻ്റെയുമല്ല. നമ്മുടെ ഉറുദു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ രാഷ്ട്രീയം അതിനെ മതത്തോട് ചേർക്കുന്നു. ഭാഷ ഒരു മതമല്ല, മതത്തിൻ്റെയുമല്ല. അത് ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന പോലുമില്ല. അത് ഒരു സമൂഹത്തിൻ്റെയാണ്, ഒരു പ്രദേശത്തിൻ്റെയാണ്, ജനങ്ങളുടെയാണ്, ഒരു സംസ്കാരമാണ്. ഒരു സമൂഹം, ഒരു ജനത സാംസ്കാരികമായി എത്രമാത്രം മുന്നേറി എന്നറിയുന്നതിനുള്ള അളവുകോലുമാണ് ഭാഷ. ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങളുടെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്. ഉറുദുവിനെതിരായ ഒരു ഹർജി തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോയ വാരം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ വിശദീകരിച്ച ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി ഇതുകൂടി പറഞ്ഞു. ഈ യാഥാർത്ഥ്യം മറയ്ക്കാനുള്ള ദയനീയ സാഹചര്യമാണുള്ളത്. ഹിന്ദി ഹിന്ദുക്കളുടെയും ഉറുദു മുസ്ലിങ്ങളുടെയുമാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ശ്രമം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഉൾക്കരുത്തും നിറപ്പകട്ടും അതിൻ്റെ ബഹുസ്വരതയാണെന്നും അതാണ് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി. ആര്യം, ആർഷം എന്നീ വിശേഷണങ്ങളൊക്കെ ചാർത്തി ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ വ്യാപ്തിയും വർണ്ണപ്പൊലിമയും മറയ്ക്കാനും അതിനെ ഏകശിലാസമ്പന്നമാക്കാനും ശ്രമിക്കുന്നവർക്ക് ഉഗ്രതാക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തെ പ്രതിലോമകരമായി അവതരിപ്പിക്കാൻ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലയിലും ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോൾ അതിനെ ചെറുക്കാനും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖ്യ പ്രവണത എന്തെന്ന് ചൂണ്ടിക്കാണിക്കാനും സഹായകരമായ വാക്കുകളും നിരീക്ഷണങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്കാരത്തിൻ്റെ ജനകീയ സ്വഭാവവും നാനാത്വവും ഉയർത്തിപ്പിടിക്കുക എന്നത് ഏതൊരു ദേശാഭിമാനിയുടെയും കടമയാണെന്ന് പരമോന്നത നീതിപീഠം എല്ലാ പൗരന്മാരെയും ഓർമ്മിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ അങ്കോള ജില്ലയിൽ പടൂർ നഗരസഭയുടെ ദിശാസൂചിക ബോർഡ് മറാത്തിയിലും ഉറുദുവിലും എഴുതി വച്ചതിനെതിരായ അപ്പീൽ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സുധാംശു ധൂലിയയും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും അടങ്ങുന്ന ബെഞ്ചാണ് ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിധി പറഞ്ഞത്. വർത്തമാനകാല ഇന്ത്യയിൽ അങ്ങേയറ്റം പ്രസക്തമായ വിധി. നഗരസഭാ കൗൺസിലിലെ മുൻ അംഗം വർഷതായി ആണ് ഹർജിക്കാരി. ആദ്യം മുനിസിപ്പാലിറ്റിക്ക് പരാതി നൽകിയ ഹർജിക്കാരി പിന്നീട് മുംബൈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിനെ സമീപിച്ചു. ആദ്യമേ ഹർജി തള്ളിയെങ്കിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പരിഗണിച്ച ഹൈക്കോടതി പിന്നെയും തള്ളി. തുടർന്ന് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭരണഘടന അംഗീകരിച്ച ഒരു ഭാഷയ്ക്കെതിരെ ഒരാൾ ഇത്രയും നീണ്ട നിയമയുദ്ധത്തിന് ഒരുങ്ങിയത് കണ്ടാണ് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്തെ ഒരു പൗരൻ ഏറെ പണിപ്പെട്ട് ഇങ്ങനെയൊരു വിഷയവുമായി 2 വട്ടം ഹൈക്കോടതിയിലെത്തി. 2 പ്രാവശ്യം ഈ കോടതി മുമ്പാകെയും എത്തി. ഈ അപ്പീൽ നൽകിയ ആൾ ചിന്തിക്കുന്നത് പോലെ മറ്റ് പലരും ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടതുണ്ടെന്ന ആമുഖത്തോടെയാണ് ഉറുദു വിരോധത്തിനെതിരെ കോടതി ആഞ്ഞടിച്ചത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ പ്രകാരം മറാത്തിക്കും ഉറുദുവിനും ഒരേ പദവിയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഹിന്ദിയും ഉറുദുവും അടിസ്ഥാനപരമായി ഒരേ ഭാഷയാണ്. ഉറുദു വിദേശ ഭാഷയുമല്ല. ഭരണഘടന അംഗീകരിച്ച രാജ്യത്തെ പ്രധാന ഭാഷകളിലൊന്നായ ഇന്ത്യയിൽ പിറക്കുകയും വളരുകയും ചെയ്ത മധുരതരവും മനോഹരവുമായ ഉറുദുവിനെതിരെ എത്രമാത്രം വിഷലിപ്തമായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. മതഭ്രാന്തിനാൽ അന്ധരായ മുഴുവൻ പേരുടെയും കണ്ണു തുറപ്പിക്കാൻ കഴിയും വിധം ശക്തമായ ഭാഷയിൽ കോടതി ഇടപെട്ടത് പ്രതീക്ഷാ നിർഭരമാണ്. വിധിന്യായത്തിൽ ജസ്റ്റിസ് സുധാംശു ധൂലിയ ഒരു അൾജീരിയൻ പണ്ഡിതന്റെ വാക്കുകൾ എടുത്തു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷ എഴുതാനും വായിക്കാനും അറിയുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സ് കൂടുതൽ വിശാലമാവുകയാണ്, നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടാവുകയാണ്, മനുഷ്യരാശിയോടാകെ കാരുണ്യവും പരിഗണനയും തോന്നുകയാണ്. മുസ്ലിം വിരോധം ഇളക്കി വിടുന്നതിന് ഭാഷയെയും ഉപയോഗിക്കുന്ന രീതി സംഘപരിവാർ പണ്ട് മുതലേ തുടങ്ങി വച്ചതാണ്. മതത്തെയും ദൈവത്തെയും ആസ്പദമാക്കി രാഷ്ട്രീയം കളിക്കുകയും അധികാരം പിടിച്ചെടുക്കാൻ ഊടുവഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ അജണ്ട. അതിനെതിരെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം സുപ്രീം കോടതി വിധിയിൽ വായിച്ചെടുക്കാം.